ഒന്ന്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ജ്യോതിറാവ് ഫൂലെ. 2. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ? പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം പൂനെ. 3. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര്? ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം പണ്ഡിത രമാബായി. 4. കേരളത്തിൽ ഇഴവഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ഇറവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഡോക്ടർ എ അയ്യപ്പൻ. 5. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏതു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏതു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഇരുള. അതായത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലുള്ള ഇരുള ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്? നഞ്ചിയമ്മ. 6. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ്? ഉത്തരം നിലമ്പൂർ ആയിഷ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 8. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആര്? കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ഡോക്ടർ പുന്നൻ ലൂക്കോസ്. 9. ലോക ഓസോൺ ദിനം എന്ന്? ലോക ഓസോൺ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. 10. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ഉത്തരം പാമീർ പീഠഭൂമി. 11. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം എന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം എന്ന്? ഉത്തരം 2023 സെപ്റ്റംബർ 28. 12. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവനമാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി എന്ത്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവനമാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതി എന്ത്? ഉത്തരം ജീവനം പദ്ധതി. 13. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 14. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം 1946 ഡിസംബർ 9. 15. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്ത്? 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്ത്? ഉത്തരം പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. 16. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി എന്ത്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി എന്ത്? ഉത്തരം നിരമായ പദ്ധതി. 17. ദരിദ്ര ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് തുടങ്ങിയതാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്ന്? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം 1998 മെയ് 17. 18. സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം. സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം. ഉത്തരം ഭക്ഷ്യസുരക്ഷ. 19. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നർമ്മദ. 20. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1953 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1953 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം.